മാസ് ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് ഇതുപോലൊരു പടത്തിന് വേണ്ടിയിട്ടാണ്. ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് മമ്മൂട്ടി ഒന്ന് ഇറങ്ങും വൺ മാൻ ഷോ. പിന്നെ വൺ മാൻ ഷോ എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൈയടി ഒരു പൂരായിരുന്നു തിയേറ്ററിൻ്റെ 22 വയസ്സായ ഒരു യൂത്തിൻ്റെ പെർഫോമൻസ്, വെടിക്കെട്ട് പെർഫോമൻസ്. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഈ കാലത്തിൽ 100 പയ്യന്മാരോട് ചെയ്യാത്ത ഫൈറ്റിംഗ് വിഷയം മമ്മൂട്ടി വൺ മാൻ ഷോ. വിഷയം ക്ലൈമാക്സ് മമ്മൂട്ടി ആക്ഷൻ ഇല്ല, ഇതുവരെ കാണുന്ന ഒരു ആക്ഷൻ, വേറെ ലെവൽ ആക്ഷൻ. മമ്മൂക്ക താണ്ടോ നല്ല പെർഫോമൻസ്. 72 വയസ്സായ ഒരു യൂത്തിൻ്റെ പെർഫോമൻസ്, വെടിക്കെട്ട് പെർഫോമൻസ്. അടിച്ചു പൊളിച്ച് ഫൈറ്റൊക്കെ സൂപ്പർ ആയിട്ട് ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട് മമ്മൂട്ടിക്ക് ഈ സിനിമയിൽ ഫൈറ്റ് ചെയ്തതിന്. അതിൻ്റെയൊക്കെ റിസൾട്ട് പടത്തിൽ കാണാനുള്ളൂ. മാസ് ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് ഇതുപോലൊരു പടത്തിന് വേണ്ടിയിട്ടാണ്. ഇത്രയും കാലം ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഇത്രയും കാലം പൂരടിയാ ഫുള്ള്. പടം തുടങ്ങുന്നത് ടർബോസിന്റെ ഇടിയാ, ടർബോ പഞ്ചാ. ക്ലൈമാക്സ് ഒരു 50 ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെന്ന് കാണുക അത്രേ ഉള്ളൂ. ആ പടം ഇത്രയും നേരം ക്ലൈമാക്സിന് വേണ്ടിയിട്ടാണ്. അത്രയും ചേസിംഗ് ഒക്കെ മിനിമം ഒരു ക്വാളിറ്റിയിൽ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പക്ഷേ ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, അടിപൊളി ഫുൾ ആക്ഷൻ പടം. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ ആക്ഷൻ തന്നെ നന്നായിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫ് നമ്മൾ നോർമലി കണ്ടിരിക്കാം, സെക്കൻഡ് ഹാഫ് പടം വേറെ ലെവലിലേക്ക് കയറിപ്പോകും. ക്ലൈമാക്സ് മമ്മൂട്ടി ആക്ഷൻ ഇല്ല, ഇതുവരെ കാണുന്ന ഒരു ആക്ഷൻ, വേറെ ലെവൽ ആക്ഷൻ. ചേസിംഗ് സീൻ എടുത്തു പറയണം, കാരണം ഒരു വേറെ ലെവൽ മേക്കിംഗ് ആയിരുന്നു. പടം സെറ്റ് ആയിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോൾ മമ്മൂട്ടി ആക്ഷനൊക്കെ ഇല്ലേ, ഇതുവരെ കാണുന്ന ഒരു ആക്ഷൻ, വേറെ ലെവലായി പോകും. പടം കൺഫേം ആയിട്ടും വേറെ ലെവലിൽ കയറി പോകും. ഓവറോൾ മമ്മൂക്ക താണ്ടോ സൂപ്പറായിട്ട് മമ്മൂക്കയുടെ നല്ല മാസ് രംഗങ്ങൾ, ഒരുപാട് മാസ് രംഗങ്ങൾ കൊണ്ട് നിറയും. ഇതിപ്പം ഇൻസ്റ്റാഗ്രാമിലും റീലിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മാസ് രംഗങ്ങൾ. മാസാണ് മമ്മൂക്ക, ഒരു രക്ഷയില്ല. നമുക്കതിനെ നമ്മളൊന്നും ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ മമ്മൂക്ക മാത്രം കാണാനായിരുന്നു. ആദ്യം നമ്മൾ ഇന്റർവെൽ വരെ തോന്നും കുഴപ്പമില്ല എന്ന് പറയും. സെക്കൻഡ് ഹാഫ് ആയാലും കുറച്ച് ലാഗൊക്കെ ഫീൽ ചെയ്യും. പിന്നെ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് മമ്മൂട്ടി ഒന്ന് ഇറങ്ങും വൺ മാൻ ഷോ. പിന്നെ വൺ മാൻ ഷോ എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിലും പടം പിന്നെ തുടക്കം തൊട്ട് ആദ്യമൊക്കെ ലാഗായിരിക്കും. പിന്നെ എല്ലാ ഫൈറ്റൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. മമ്മൂട്ടി പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാ വില്ലനും നായകനും നിറഞ്ഞു നിൽക്കുവാണ് പടത്തിൽ. അതിൽ മമ്മൂട്ടിയുടെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഈ കാലത്തിൽ 100 പയ്യന്മാരോട് ചെയ്യാത്ത ഫൈറ്റിംഗ് അടിപൊളി വിഷയം മമ്മൂട്ടി വൺ മാൻ ഷോ. വിഷയം പടം നല്ല കിടിലൻ ട്വിസ്റ്റ്. ലാസ്റ്റത്തേക്ക് സെറ്റ് ക്ലൈമാക്സ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത എല്ലാ സംഭവങ്ങളും സിനിമയ്ക്കകത്തുണ്ട്. ഫൈറ്റ് ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ഫൈറ്റൊക്കെ ഈ തിയേറ്ററിൽ ഇരുന്ന് കിടുങ്ങിപ്പോയി. ആ കാർ റേസിംഗ് ഒരു സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത കാർ റേസിംഗ്.